സ്വന്തം രാജ്യത്തെ വഞ്ചനയുടെ ലോക ചാമ്പ്യൻ എന്ന് വിളിക്കാൻ ഒരു ഭരണാധികാരിക്ക് ധൈര്യം ഉണ്ടാകുമോ? അതും പരസ്യമായി. എന്നാൽ ബംഗ്ലാദേശിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒടുവിൽ സത്യം അംഗീകരിക്കാൻ മുഹമ്മദ് യൂനസ് തയ്യാറായിരിക്കുകയാണ്. ബംഗ്ലാദേശ് അടിമുടി വ്യാജമാണെന്ന്, അതായത് ഉടായ്പാണെന്ന്. ധാക്കയിൽ നടന്ന ഡിജിറ്റൽ ഡിവൈസ് ആൻഡ് ഇന്നോവേഷൻ എക്സ്പോ 2026 വേദിയിലാണ് മുഹമ്മദ് യൂനസിന്റെ ഈ ഞെട്ടിക്കുന്ന കുറ്റസമ്മതം. ബംഗ്ലാദേശ് ഇന്ന് ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്നത് തന്നെ കള്ളത്തരത്തിന്റെ പേരിലാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. എല്ലാം വ്യാജമാണ്. നമ്മുടെ പാസ്പോർട്ടുകളും വിസകളും ഒക്കെ വ്യാജമാണ്. പല രാജ്യങ്ങളും ഇന്ന് ബംഗ്ലാദേശി പാസ്പോർട്ടുകൾ സ്വീകരിക്കാൻ പോലും മടിക്കുന്നുവെന്ന് യൂനസ് പ്രസംഗത്തിൽ പറഞ്ഞു. അമേരിക്കയുടെ വ്യാജ വസ്തുക്കളുടെ കേന്ദ്രം എന്ന തലക്കെട്ടുകൾ താൻ കണ്ടിട്ടുണ്ടെന്നും വ്യാജവസ്തുതകളുടെ കേന്ദ്രം എന്ന തലക്കെട്ടുകൾ താൻ കണ്ടിട്ടുണ്ടെന്നും നമ്മൾ തട്ടിപ്പിന്റെ ഒരു ഫാക്ടറി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ഒക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനസ് ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തെത്തിയിട്ട് ഇപ്പോൾ 18 മാസം പിന്നിടുന്നു. ഈ 1.5 വർഷത്തിനിടയിൽ രാജ്യത്തെ സാമ്പത്തിക രംഗം വലിയ തകർച്ച നേരിട്ടു എന്ന വിമർശനം ശക്തമാണ്. മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹസീനയോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനപ്പുറം ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ യൂനസിനായിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വന്തം ഭരണത്തിന് കീഴിലുള്ള രാജ്യത്തിന്റെ വിശ്വാസ്യത തകർന്നടിഞ്ഞെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ഇരകൾ പക്ഷേ സാധാരണക്കാരാണ്. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ മുതൽ ഡോക്ടർമാരുടെ രേഖകൾ വരെ വ്യാജമായി നിർമ്മിക്കപ്പെടുന്നു. ഒരു സ്ത്രീ ഡോക്ടറായി അപേക്ഷിച്ചു, പക്ഷെ അവരുടെ എല്ലാ രേഖകളും വ്യാജമായിരുന്നു എന്ന് യൂനസ് തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശികളുടെ ബുദ്ധിശക്തിയും സർഗാത്മകതയും വഞ്ചനയ്ക്കാണ് ഉപയോഗിക്കുന്നതെന്നും നാവികർ ഉൾപ്പെടെയുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെടാൻ ഇത് കാരണമാകുന്നുമുണ്ട് എന്നൊക്കെ അദ്ദേഹം വ്യസനിച്ചു പറയുന്നുണ്ടായിരുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച രാജ്യത്തെ തട്ടിപ്പിന്റെ ഫാക്ടറിയാക്കി മാറ്റരുതെന്ന് മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. രാജ്യം ഉഡായിപ്പിന്റെ കൂടാരമാണെന്ന് ഭരണാധികാരി തന്നെ സമ്മതിക്കുമ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ബാധ്യതയും അദ്ദേഹത്തിന് തന്നെയല്ലേ? പക്ഷേ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയും നഷ്ടപ്പെട്ട വിശ്വാസ്യതയും തിരിച്ചു പിടിക്കാൻ വെറും വാക്കുകൾ മതിയാകില്ല. ബംഗ്ലാദേശ് ഇനി എങ്ങനെ ഈ പ്രതിച്ഛായയിൽ നിന്ന് കരകയറുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.